നല്ലത് ചെയ്താൽ നന്നാകും, നന്മകളെന്നും ഉണ്ടാകും. നല്ലത് ചെയ്താൽ നന്നാകും, നന്മകളെന്നും ഉണ്ടാകും. നൽവഴി എന്നും നടക്കേണം, നല്ലത് മാത്രം ചെയ്യണം. നൽവഴി എന്നും നടന്നിടാം, നല്ലൊരു പാഠം ചൊല്ലിടാം. ജീസസ് കിഡ്സ്, ജീസസ് കിഡ്സ്. അസ്വസ്ഥതകളും പ്രയാസങ്ങളും മാറ്റിവെക്കുന്ന സമയം. ജീസസ് കിഡ്സിലേക്ക് സ്വാഗതം. നർമ്മവിരുന്നിലൂടെ നന്മയുടെ സന്ദേശവുമായി നമുക്ക് മുന്നിൽ എത്തുന്നവരിതാ. കാണാം കാട്ടിലെ കൂട്ടുകാർ. മോട്ടു, കാര്യം എന്താണെന്ന് വെച്ച് പറയേ. ഞാൻ ഇന്നലെ രാത്രി കണ്ട സ്വപ്നം ഓർക്കുമ്പോ എന്താണ് ഇത്ര വലിയ സ്വപ്നം? ഞാനേ ഒരു ബേക്കറിയുടെ ഉടമയാകുന്നതാ. എന്റെ ബേക്കറിയില് ദിവസം ലഡുവും ജിലേബിയും മഞ്ചുഹോ. എനിക്ക് ഓർക്കുമ്പോ നാവിൽ വെള്ളം വരുവാ. സ്വപ്നത്തിലാണെന്നുള്ള ഓർമ്മ വേണം കേട്ടാ. മോട്ട് പറഞ്ഞില്ലേ സ്വപ്നത്തിൽ കണ്ടത്? മോട്ട് പറയുന്നത് കേട്ടാ, നാവില് വെള്ളം നിറഞ്ഞെന്ന്. സ്വപ്നത്തിലാണെങ്കിലും എല്ലാം നമ്മൾ ചെയ്തതായി തോന്നും. പിന്നെ നമ്മളെന്താ സ്വപ്നം കാണാത്തതല്ലേ? എന്താ മക്കളെ തർക്കം? അത് പിന്നെ സാറേ, സ്വപ്നം അതാണ് വിഷയം. നല്ല വിഷയമാണല്ലോ. ഇന്നലെ ഞാൻ കണ്ട സ്വപ്നം ഇവരോടൊന്ന് പറഞ്ഞതാ. അതിനെന്തിനാ തർക്കിക്കുന്നത്? സാറേ, ഈ ബോട്ടു ഇന്നലെ കണ്ട സ്വപ്നം വിവരിച്ചപ്പോഴേ ഗംഭീർ കളിയാക്കി. അതെന്താ, അതത്ര മോശം സ്വപ്നമാണോ? ഇല്ല സാറേ, ഞാൻ വിവരിച്ചപ്പോ അല്പം ഓവറായി പോയി. ഈ ഒരു ചെറിയ കാര്യത്തിനാണോ വഴക്ക്? സ്വപ്നങ്ങൾ കാണുന്നത് നല്ലതാ, പ്രത്യേകിച്ച് നല്ല സ്വപ്നങ്ങൾ. നല്ല സ്വപ്നങ്ങളുടെ കാര്യം പറഞ്ഞു. നമ്മുടെ ജീവിതത്തിൽ നല്ല നാളുകളെ കുറിച്ച്, നല്ല പ്രവൃത്തിയെ കുറിച്ച്, അങ്ങനെ പലതരം സ്വപ്നങ്ങൾ നമ്മൾ കാണണം. സാറേ, ഈ ബോട്ടു ബേക്കറി ഓണറായി മാറിയതാ സ്വപ്നം കണ്ടത്. ബേക്കറി പലഹാരങ്ങൾ തിന്നാമല്ലോ. ശരി, നിങ്ങൾ വഴക്കിടാതെ വീട്ടിലേക്ക് ചെല്ലേ. രാത്രിയിൽ നല്ല സ്വപ്നങ്ങൾ കാണാൻ ഈശ്വരനോട് പ്രാർത്ഥിച്ചിട്ട് കിടക്കണം കേട്ടോ. ഇപ്പൊ പ്രശ്നമൊക്കെ തീർന്നില്ലേ? The word science comes from the Latin scientia, meaning knowledge. How do we define science? According to Webster's New College Dictionary, the definition of science is knowledge attained through study or practice. വമ്പസാറ് പറഞ്ഞിട്ടുണ്ട് നല്ല സ്വപ്നങ്ങൾ കാണണമെന്ന്. ഇനിയിപ്പോ രാത്രി ആകാനൊന്നും നോക്കണ്ട, ഒന്ന് സ്വപ്നം കണ്ട് കളയാം. ഉറക്കം വരുന്നില്ലല്ലോ സ്വപ്നം കാണാനായിട്ട്. കൊള്ളാം ഐഡിയ. ഉറക്കം വരും ബെസ്റ്റ് ഒരു ഐഡിയ. ഇത് വായിച്ചിരുന്നാ മതിയല്ലോ, പെട്ടെന്ന് ഉറക്കം വരും. What does that really mean? Science refers to a system of knowledge. This system uses observation and experimentation to explain and explain natural phenomena. The term science also refers to all
ഹലോ ഉവ്വ്. ആ പിന്നെ അതൊക്കെ നമുക്ക് ശരിയാക്കാം. നീ എപ്പോ? ഒരു മിനിറ്റ്, ഞാൻ അങ്ങോട്ട് വിളിക്കാം കേട്ടോ. കൊള്ളാലോ, തലമാറ്റി വെക്കൽ. ഇത് വളരെ രസകരമായ ഒരു കാര്യമാണല്ലോ. തലമാറ്റി വെക്കൽ. ഫോൺ നമ്പർ ഉണ്ട്, ഒന്ന് പയറ്റി നോക്കിയാലോ. എന്തായാലും ഒന്ന് വിളിച്ചു നോക്കുക തന്നെ. ചിലപ്പോ ഇതിലായിരിക്കും എന്റെ ഭാഗ്യം തെളിയുന്നത്. രക്ഷപ്പെടാൻ സാധ്യതയുണ്ട്. ഹലോ ഹലോ, അതെ ഇത് പത്രത്തിൽ പരസ്യം കണ്ടു നിൽക്കുന്നതാ. ഓ അതെ, ശരി ശരി. കാണണം, നേരിട്ട് കാണാം. ഞാൻ അങ്ങോട്ട് വരാം. ഓ ശരി ശരി, ആയിക്കോട്ടെ. ഒരു കളിക്കുള്ള വകുപ്പുണ്ടല്ലോ. ഹലോ, തല മനസ്സിലായില്ലേ? അതല്ലേ, ശരി. വണ്ടി കിട്ടിയില്ലെങ്കിൽ ഒരു വണ്ടി പിടിച്ച് വന്നാ പോരെ. എത്ര നേരെ ഞാൻ കാത്തിക്കണ്. ഹലോ, എക്സ്ക്യൂസ് മീ. ഞാനൊരാളെ അന്വേഷിച്ച് വന്നതാ കേട്ടോ. ഗംഭീർ എന്ന് പറയുന്ന ഒരാളെ. അത് ഞാനാണ്. ഞാൻ പപ്പീസാണ്. നമുക്ക് വിശദമായിട്ട് സംസാരിക്കണ്ടേ? നമുക്ക് സ്വസ്ഥമായിട്ട് സ്ഥലത്ത് പോയിരിക്കാം. ശരി, നമുക്ക് സംസാരിക്കാം. അതിനെന്താ, നമുക്ക് എന്തെങ്കിലും കഴിച്ചുകൊണ്ടിരിക്കാം. അവിടെ കൊള്ളാം. തട്ടുകട താല്പര്യമില്ലല്ലേ? വരൂ. അല്ല ചേട്ടാ, ഇതൊക്കെ നടക്കണ കാര്യമാണ്. ഇതല്ലാതെ ഇതൊക്കെ എത്ര പേര് നടത്തിയിട്ടുണ്ടെന്ന് അറിയാമോ? എനിക്കത്ര വിശ്വാസം വരുന്നില്ല കേട്ടോ. പറ്റൂ. ഞാൻ തരുന്ന ഈ മാല കഴുത്തിലിട്ടാൽ ആ സമയം തലമാറും. പിന്നെ ഒരു മന്ത്രം ജപിക്കണം. മന്ത്രം? അതെ, മാല കഴുത്തിലിട്ട് കഴിഞ്ഞാൽ തല മാറട്ടെ എന്ന് പറയണം. പിന്നെ മാലയുടെ തലയുടെ പേരും പറയണം കേട്ടോ. കൊള്ളാലോ. അല്ല, നമുക്ക് ഏത് തലയും മാറി കിട്ടും? ഇത് നമ്മൾ മനസ്സിൽ വിചാരിക്കുന്ന തല മാറി ഇങ്ങോട്ട് പോന്നോളൂ. കണ്ട ഇപ്പൊ തരില്ല. എന്റെ പണമൊക്കെ തന്ന് ഇടപാട് തീർന്നിട്ട് മതി. അങ്ങനെ മറക്കണ്ട കേട്ടാ. വരട്ടെ. അത് മുഴുവനും കൊണ്ട് തന്നോളൂ. പ്രശ്നമാക്കണ്ടേ? ഈ ബാല അങ്ങോട്ട് കഴുത്തിനടിച്ചാൽ ഇനി എന്തൊക്കെ വിക്രിയ സ്വപ്പിക്കാന്നറിയോ? ആദ്യ തന്നെ ഓർത്തൊന്ന് പരീക്ഷ നടത്ത്. വമ്പൻ സാറിന്റെ തല ഓർത്താല? അത് വേണ്ട, അതൊരു പുലിവാലവും. നന്നായിട്ട് പണം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരാളുടെ തല കിട്ടിയ ബെസ്റ്റായി. അങ്ങനത്തെ തല മതി. ചേടോ, അത് പാരാ ഐഡിയ. അതോ ലോകത്തൊക്കെ പിടികിട്ട കബലിന്റെ തല. അത് സൂപ്പറാവും. കൊള്ളാം. ഉടിഞ്ഞ ബുദ്ധി, കാശിഷ്ടം പോലെ, ജീവിതം ലാവിഷ്. എന്റെ കബിലട്ടാ, കാത്തോളേ. കബലിന്റെ തലയായി മാറട്ടെ.
തലമാറിട്ട ഞാനിപ്പോ കപിലായി അധോലോകനായക കപിൽ പിടികിട്ട പുള്ളി കപിൽ. ഇനിയൊരു മനസ്സ് ഞാൻ മനസ്സും ഇഷ്ടം പോലെ പണം, ഇഷ്ടം പോലെ ആളുകളെ ഭയപ്പെടുത്തൽ. ഓർക്കുമ്പോ കൊള്ളിരു കൊരുന്നു. ലംബോ സാറേ, അധോലോകനായകൻ കപിലിന്റെ ഉപദ്രവം നാളുകൾ കഴിയുന്നോറും കൂടി വരികയാണല്ലോ. ഞാൻ അവനെ പിടിക്കാൻ വല വീശിയിട്ടുണ്ട്. എന്നെ കബളിപ്പിച്ച് നടക്കുകയാ. ഒരു ദിവസം എന്റെ കയ്യിൽ കിട്ടും. എന്നാലും എന്തൊരു ധൈര്യമാ ഇത്രയും കാലം പിടിതരാതെ. എന്റെ അമ്മ സാറേ, എന്റെ പ്രൊമോഷൻ വരെ അവൻ കാരണം പ്രശ്നത്തിലാ. അതെങ്ങനെ? അവൻ എന്റെ കയ്യിൽ നിന്നല്ലേ ചാടിപ്പോയത്. ഓ അതെയോ? എന്നെങ്കിലും എന്റെ കയ്യിൽ കിട്ടും. അന്ന് അവന്റെ കഥ ഞാൻ കഴിക്കും. ഓ എങ്കിൽ ഞാൻ വരട്ടെ, എനിക്ക് ബാങ്ക് വരും. ഓക്കെ സാർ, സാറ് ചെല്ലേ. എനിക്ക് ഇന്ന് ഇവിടെയാണ് ഡ്യൂട്ടി. അതുകൊണ്ട് ഇന്ന് വൈകുന്നേരം വരെ ഞാൻ ഇവിടെ കാണണം. എന്നാലും കപിലിന്റെ ഒരു സാമർത്ഥ്യം. പുഴകൾ, മലകൾ, പൂമരങ്ങൾ, ഭൂമിക്കു കിട്ടിയ സ്ത്രീധനങ്ങൾ. ഏടിയ വെള്ളി കാലിൽ ചുറ്റിയെന്നാ തോന്നുന്നേ. അവൻ തന്നെ ഇത്. ഈ പ്രാവശ്യം അവൻ രക്ഷപ്പെടില്ല. അടക്കളവിടെ നാളെ നോക്കി നടക്കണം. അറിയുന്നോ എന്നെ കാണാതെ മുങ്ങി നടക്കല്ലേ. ഞാൻ തെളിയിക്കുന്നെ. അയ്യോ സാറേ, മാല ഇട്ടപ്പോ അയ്യോ അയ്യോ സാറേ, മാല ഇട്ടപ്പോ സാറേ അയ്യോ സാറേ, അയ്യോ സാറേ, തലല്ല സാറേ, അയ്യോ തലല്ല സാറേ, ഞാൻ പാവമാണ് സാറേ, അയ്യോ സാറേ, അയ്യോ തലല്ല സാറേ, അയ്യോ. എന്താ മോനെ ഗംഭീരേ, ഗംഭീരേ, എന്ത് പറ്റി? ഞാൻ മാലിട്ട് ഇവനെന്താ പറ്റിയത്? സാറേ. അപ്പോ സ്വപ്നല്ലേ? അല്ല മോനെ, ഉച്ച സമയത്ത് ഇങ്ങനെ പഠിക്കാതെ പുസ്തകവും തലയ്ക്ക് വെച്ച് കിടന്നുറങ്ങിയ ദുസ്വപ്നങ്ങൾ കാണില്ലേ? മോനെ ഗംഭീരേ, പഠിക്കേണ്ട സമയത്ത് പഠിക്കണം, അല്ലാതെ ഉറങ്ങുകയല്ല വേണ്ടത്. ഉറക്കത്തില് നല്ല സ്വപ്നങ്ങൾ കാണാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. നല്ല സ്വപ്നങ്ങൾ പ്രാവർത്തികമാക്കാൻ പ്രയത്നിക്കുകയും വേണം. അപ്പോ സ്വപ്നങ്ങൾ നമുക്ക് ആഹ്ലാദപ്രദമാവും, അല്ലെങ്കിൽ സ്വപ്നങ്ങൾ നമുക്ക് ദുരന്തമായിട്ട് മാറും. മോനെ, നല്ല സ്വപ്നങ്ങൾ കാണാൻ ദൈവം കൃപ ചൊരിയട്ടെ. കാടിന്റെ കൂട്ടുകാർ പോയി കഴിഞ്ഞപ്പോൾ ഇതാ മറ്റൊരു കൂട്ടുകാരൻ റെഡി. ടിങ്കു ടിങ്കു ലിറ്റിൽ സ്റ്റാർ. ഹായ് കൂട്ടുകാരെ, ഹായ് ടിങ്കു. ഹായ് അങ്കിൾ. ഓക്കെ ടിങ്കു, ഇന്ന് എന്ത് വിശേഷമാണ് പറയാനായിട്ടുള്ളത്? അങ്ങളോട് ഞാൻ നടക്കാം. അയ്യോ, എന്നോട് എന്തിനാ പിണങ്ങുന്നത്? വേണ്ട, അങ്ങളോട് കൂട്ടില്ല. അതെന്താടാ എന്നോട് പിണങ്ങുന്നത്? എന്തിനാ? വേണ്ട. ഇവൻ എന്നോട് പിണങ്ങിയിരിക്കുക. എന്താ കാരണം എന്ന് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം അല്ലേ? എന്താ കാരണം? അങ്കിൾ, ആ അങ്ങൾ എന്നോട് പറഞ്ഞില്ലേ ആ കളിക്കാൻ വേണ്ടാന്ന്? ആ ഞാൻ പറഞ്ഞിരുന്നു, എപ്പോഴും കളിച്ച് നടന്നാൽ അത് നല്ല സ്വഭാവമല്ല. എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എപ്പോഴും കളിച്ചുകൊണ്ടിരുന്നാണ് അങ്കിള് ഇനിയും വഴക്ക് പറയും. ഇല്ല, എനിക്ക് എപ്പോഴും കളിക്കണം. എടാ, ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട്. എനിക്കൊരു സ്വാതന്ത്ര്യമില്ല. അങ്ങള് വെറുതെ പറയുമോ? ഇതെല്ലാ കൂട്ടുകാരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണിത്. സ്വാതന്ത്ര്യം വേണം, സ്വാതന്ത്ര്യം വേണം അല്ലേ? ഇഷ്ടമുള്ള കളിയൊക്കെ കളിക്കാൻ, ഇഷ്ടമുള്ള TV പ്രോഗ്രാം കാണാൻ, ഇഷ്ടമുള്ള ആളുകളുടെ കൂടെയൊക്കെ കറങ്ങി നടക്കാൻ എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ്. പക്ഷേ ശരിക്കും സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? അതറിയാത്തതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ നമ്മുടെ മാതാപിതാക്കളോട് പിണങ്ങിയിരിക്കുന്നത്, പലപ്പോഴും വഴക്കമൊക്കെ ഉണ്ടാക്കുന്നത്. നമ്മളെല്ലാം സ്വാതന്ത്ര്യം ഇഷ്ടപ്പെടുന്നവരാണ്. സ്വാതന്ത്ര്യം എല്ലാവർക്കും ആഗ്രഹവുമാണ്. പക്ഷേ യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താ? എനിക്കറിയില്ല. എന്നാൽ ഞാൻ പറയാം കേട്ടോ. സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അടിമപ്പെട്ട അവസ്ഥയിൽ നിന്നും മോചനം കിട്ടുന്നതാണ്. അടിമപ്പെട്ട അവസ്ഥയിൽ നിന്ന് മോചനം കിട്ടുക. എന്താണ് അടിമപ്പെട്ട അവസ്ഥ എന്നറിയാമോ? ഇല്ല. ഓക്കെ,
നല്ല ശൂരമുള്ള ഒരു നായ്ക്കുട്ടിയാണെന്ന് ചിന്തിക്കുക. നന്നായിട്ട് കടിക്കും, നന്നായിട്ട് കുരയ്ക്കും. പക്ഷേ ഒരു കൂട്ടിനകത്ത് ഇട്ടാൽ പിന്നെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇല്ല ഇല്ല. അതുപോലെ അടിമപ്പെട്ട അവസ്ഥയിൽ നിന്ന് മോചനം കിട്ടുക. നമ്മളെല്ലാം അടിമപ്പെട്ട അവസ്ഥയിലായിരുന്നു. ഇന്ത്യയിലെ ആളുകളെല്ലാം അടിമപ്പെട്ട അവസ്ഥയിലാണ്. ആർക്കാണ് അടിമപ്പെട്ടതെന്നറിയാമോ? ബ്രിട്ടീഷുകാർക്ക്. എനിക്കറിയാം. അതെ, ബ്രിട്ടീഷുകാർക്ക്. എന്നാൽ മഹാത്മാഗാന്ധി പോലുള്ള നേതാക്കന്മാർ സമരം ചെയ്ത് നമുക്ക് സ്വാതന്ത്ര്യം വാങ്ങിത്തന്നു. ഇന്ന് അഭിമാനത്തോടെ നമുക്ക് പറയാൻ പറ്റും, നാം സ്വതന്ത്ര ഇന്ത്യയുടെ അംഗങ്ങളാണ്. എന്നാൽ ലോകത്തിലെ എല്ലാ മനുഷ്യരും അടിമപ്പെട്ടിരിക്കുന്നത് ഏതിലാണെന്നറിയാമോ? പാപത്തിലാണ്. പാപത്തിന് എല്ലാ മനുഷ്യരും അടിമപ്പെട്ടിരിക്കുകയാണ്. ബൈബിളിൽ ചില വാക്യങ്ങൾ പറയുന്നുണ്ട്, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവത്തിൻ്റെ തേജസ് നഷ്ടപ്പെട്ടവരാണ്. അങ്ങനെയെങ്കിൽ നാം ശരിക്കും സ്വാതന്ത്ര്യം കിട്ടേണ്ടത് ഏതവസ്ഥയിൽ നിന്നാണ്? പാപത്തിൽ നിന്ന്. അതെ, പാപത്തിൽ നിന്നാണ് സ്വാതന്ത്ര്യം കിട്ടേണ്ടത്. ബൈബിളിൽ ഒരു വാക്യം പറയുന്നുണ്ട്, ക്രിസ്തു നമ്മുടെ സ്വാതന്ത്ര്യത്തിനായിട്ടാണ് ഈ ഭൂമിയിൽ വന്നത്. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചതുകൊണ്ട്, അടക്കപ്പെട്ടതുകൊണ്ട്, ഉയർത്തെഴുന്നേറ്റതുകൊണ്ട് നമുക്ക് പാപത്തിൽ നിന്നും സ്വാതന്ത്ര്യം ലഭിച്ചു. അപ്പോൾ യഥാർത്ഥ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അടിമനുഖത്തിൽ നിന്നും മോചനം കിട്ടുക. ശരിയാണ്, എനിക്കൊക്കെ മനസ്സിലായി. എന്നാൽ എന്തല്ല സ്വാതന്ത്ര്യമെന്നും നാം മനസ്സിലാക്കണം. എന്തല്ല സ്വാതന്ത്ര്യം? അതെന്താണ്? എനിക്കറിയില്ല. ഞാൻ പറഞ്ഞു തരാം. നിയന്ത്രണത്തിൽ നിന്നുള്ള മോചനമല്ല സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. എന്താണ് നിയന്ത്രണം? നിയന്ത്രണം എന്ന് പറഞ്ഞാൽ പട്ടം പറത്തുന്നത് കണ്ടിട്ടുണ്ടോ? എനിക്ക് വളരെ ഇഷ്ടം. കൂട്ടുകാർക്കെല്ലാം ഇഷ്ടമാണല്ലേ? പട്ടം പറത്തുമ്പം നമ്മളൊരു നൂലൊക്കെ കെട്ടി ആ നൂല് സാവധാനം ഇങ്ങനെ അഴിച്ചു വിടുമ്പം പട്ടം ഇങ്ങനെ മേലോട്ട് പോകും. നല്ല ഭംഗിയാ, എനിക്കിഷ്ടം. അതെ. എന്നാൽ ഏറ്റവും മുകളിലെത്തിയ പട്ടം ഇങ്ങനെ അഹങ്കരിച്ചുകൊണ്ട് പറയുകയാണ്, എനിക്ക് നിയന്ത്രണം വേണ്ട, നൂലുമായിട്ടുള്ള ബന്ധം വേണ്ട. എന്താ സംഭവിക്കുക? പട്ടം താഴെ കിടക്കും. അതെ, പട്ടം താഴെ കിടക്കും. അതുപോലെയാണ് നമ്മുടെ ജീവിതത്തിൽ ചില നിയന്ത്രണങ്ങൾ ആവശ്യമാണ്. നമ്മെ നിയന്ത്രിക്കുവാൻ വീട്ടിൽ തന്നിട്ടുള്ള വ്യക്തികളാണ് നമ്മുടെ അപ്പനും അമ്മയും എന്ന് പറയുന്നത്. മാതാപിതാക്കളുടെ നിയന്ത്രണത്തിൽ വേണം നാം വീട്ടിൽ വളർന്നു വരുവാൻ. തെറ്റായ കാര്യങ്ങളെ തിരുത്തുവാനും ശിക്ഷിക്കുവാനും അധികാരമുള്ളവരാണ് നമ്മുടെ മാതാപിതാക്കൾ. അപ്പോൾ നമ്മുടെ മാതാപിതാക്കളുടെ നിയന്ത്രണം നാം ഇഷ്ടപ്പെടുന്നവരായി മാറണം. അതുപോലെ നമ്മുടെ സ്കൂളിൽ നമ്മെ നിയന്ത്രിക്കേണ്ടത് നമ്മുടെ ടീച്ചേഴ്സാണ്. അവരുടെ നിയന്ത്രണത്തിൽ, അവരുടെ ശിക്ഷണത്തിൽ, അവരുടെ ട്രെയിനിങ്ങിൽ വേണം നാം ഓരോ ദിവസവും വളർന്നു വരുവാനായിട്ട്. അപ്പം സ്കൂളിൽ നമ്മുടെ ടീച്ചേഴ്സിൻ്റെ നിയന്ത്രണം വേണം. അതുപോലെ തന്നെ പൊതുവിൽ നമ്മൾക്ക് നിയമപാലകരുടെ നിയന്ത്രണം ആവശ്യമാണ്. നിയന്ത്രണമില്ലാത്ത അവസ്ഥയൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഒരുപാട് വിഷയങ്ങളുണ്ടാവും. അതെ, ഒരുപാട് വിഷയങ്ങളുണ്ടാവും. അങ്ങനെയെങ്കിൽ നിയന്ത്രണം നമ്മുടെ ജീവിതത്തിൽ വളരെ ആവശ്യമാണ്. ഏറ്റവും ഉപരിയായിട്ട് ദൈവത്തിൻ്റെ നിയന്ത്രണത്തിൽ നാം ഓരോ ദിവസവും വളർന്നു വരണം. ദൈവം പറയുന്നത് പോലെ ജീവിക്കണം. നമുക്കറിയാം, ഒരു സ്കൂളിൽ ഒരുപാട് ചിട്ടകളുണ്ട് അല്ലേ? അതെല്ലാ കുട്ടികളും പാലിക്കണ്ടേ? അല്ലെങ്കിൽ എന്താ സംഭവിക്കുക? സ്കൂളിൽ നിന്ന് പുറത്താക്കും. അതെ, ദൈവത്തിൻ്റെ മക്കളെക്കുറിച്ച് ദൈവം ചില കൽപ്പനകൾ പറഞ്ഞിട്ടുണ്ട്. ആ കൽപ്പനകളെ ദിനംതോറും അനുസരിച്ച് നാം ജീവിക്കണം. നമ്മുടെ ജീവിതം നല്ല നിയന്ത്രണമുള്ളതായി നാം ഓരോ ദിവസവും മുമ്പോട്ട് നയിക്കണം. അതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. സോറി, ഇനി എന്നെ കളിക്കാൻ വിട്ടില്ലേയും കുഴപ്പമില്ല, എനിക്ക് മനസ്സിലായി. നിന്നെ എപ്പോഴും കളിക്കാൻ വിടില്ല എന്നാ പറഞ്ഞത്, പക്ഷെ ചിലപ്പോഴൊക്കെ കളിക്കാൻ വിടാം കേട്ടോ. ഓക്കെ. അപ്പം ജീവിതത്തിൽ നിയന്ത്രണമുള്ള കുട്ടികളായിട്ട് മാറുക, നല്ല കുഞ്ഞുങ്ങളായി മാറുക. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഓക്കെ, ബൈ. ജീസസ് കിഡ്സിനെ അഭിനന്ദിച്ചും വിമർശിച്ചും ഒത്തിരി കത്തുകൾ വന്നിട്ടുണ്ട്. നിങ്ങൾക്കും എഴുതാം. വ്യത്യസ്തമാർന്നതാണെങ്കിൽ ഇവിടെ വായിക്കാം. അയക്കേണ്ട വിലാസം ഞങ്ങളുടെ വിലാസം: ദ പ്രൊഡ്യൂസർ, ജീസസ് കിഡ്സ്, ഷാലോം TV, പെരുവണ്ണാമൂഴി PO, കോഴിക്കോട്. പിൻകോഡ് 673528. അടുത്ത വാരം പുതുവിഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ, ബൈ ബൈ.